യേശുവേ സ്നേഹനായക നായക ജീവദായക യേശുവേ സ്നേഹനായക നാമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു യേശുവേ സ്നേഹനായക നായക ജീവദായക യേശുവേ സ്നേഹദായക തമസ്സിലുഴലുവിൻ ജീവിത നൗകയിൽ പ്രകാശമരുളും തമസ്സിലുഴലുവിൻ ജീവിത നൗകയിൽ പ്രകാശമരുളും പ്രഭാതമലരെ പ്രണാമമുദ്രങ്ങൾ ഏകിടാമെന്നും പ്രണാമമന്ത്രങ്ങൾ ചൊല്ലിടാം നായക ജീവദായക യേശുവേ സ്നേഹദായക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. തിരുക്കുടുംബത്തിന്റെ തിരുനാളാണ് സഭയിൽ നമ്മളിന്ന് കൊണ്ടാടുന്നത്. പിതാവ് മാതാവ് ഈശോ അടങ്ങിയ കുടുംബം ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഭവനമായിരുന്നു. ആ കുടുംബം പോലെ നമ്മളുടെ ഓരോ കുടുംബവും ആയിത്തീരണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും അതുവഴി യേശുവിൻ്റെ ആ സമാധാനം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആ സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിനനുഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഈ ബലിയിൽ ഭക്തിയോടും പങ്കെടുത്ത് തിരുക്കുടത്തിൻ്റെ മാധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ ഭക്തിയോടും പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. സഹോദരനെ ദൈവരഹസ്യതകളായിരിക്കുന്നവരെ കൊണ്ടാടുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്സരിച്ച് ഭവനമായിട്ട് എല്ലാ പാപങ്ങൾക്കും മാത്രം അപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ തിരുമലയായ ക്രിസ്തുവിനോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അന്വേഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹിമയ്ക്കിതാ നന്ദി
നന്ദി ചൊല്ലും ദൈവം താഴ്മയാ. ദൈവമേ കർത്താവേ, വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവ്വശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, കാതലാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപമേലുണ്ടാവേ, കാരുണ്യം തോന്നണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപമേലുണ്ടാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ ആശ്രയത്തിൽ നിർമ്മലം പാദതീരം നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തോന്നണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ ഭാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവായേശുവേ, അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാം നാഥൻ, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ ഉത്തമ മാതൃ ഞങ്ങൾക്ക് നൽകാൻ തിരുമനസ്സായ ദൈവമേ, കുടുംബ സുഹൃത്തുക്കളിൽ സ്നേഹശൃംഖലകളിലും അവരെ പിന്തുടർന്ന് അങ്ങേ സദ്ഭവനത്തിൻ്റെ സന്തോഷത്തിൽ നിത്യസമാനുഭവിക്കാൻ കാരണവർ അങ്ങ് ഞങ്ങളെ ഇടയാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കുന്നു. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാര്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാര്യത്തിനായി ഭവിക്കും. കർത്താവിന്റെ വചനം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും
ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തിലെ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതനാവും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറൂസലേമിന്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് ശക്തി പ്രാപിച്ചു. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. ഇസഹാക്കിലൂടെ തന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തന്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി. മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് അലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി. കർത്താവിന്റെ വചനം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. ശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന് തോന്നിയ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെരോദ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഹെരോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവ് ദൂതൻ ജോസഫിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവസാണ് പിതാവായ ഹെരോദേസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീല പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായിൽ നിന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്തത് നിറവേറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം.
സ്നേഹമുള്ള മാതാക്കന്മാരെ, സഹോദര സഹോദരന്മാർ, തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് സഭയിൽ അനുസ്മരിക്കുന്നത്. തിരുക്കുടുംബത്തിൽ യോസേപ്പ് പിതാവ്, മാതാവ്, ഉണ്ണീശോ അങ്ങനെ 3 വ്യക്തികളുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ അസ്വസ്ഥതകളും പട്ടിണിയും അതുപോലെ തന്നെയുള്ള വേദനകളും എല്ലാം ഉണ്ടായിരുന്നു. നിത്യജീവനത്തിനുള്ളതായ വഴി അവർ കണ്ടെത്തിയതിന് യോസേപ്പ് പിതാവിൻ്റെ ബലപ്പണിയിലൂടെയാണ്. അസ്വസ്ഥത നിറഞ്ഞ ഒരു കുടുംബമായിരുന്നുവെങ്കിലും സമാധാനത്തിൻ്റെ ശാന്തിയുടെയുമായ ഒരു കുടുംബമായിട്ടാണ് തിരുക്കുടുംബത്തെ സഭ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ കുടുംബം സമാധാനപൂർണമായി തീർന്നത് ദൈവത്തിലുള്ളതായ വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ തിരുവചനം നിറവേറട്ടെ എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടി ആയിരുന്നു. യോസേപ്പ് പിതാവും അതുപോലെ തന്നെ മാതാവും തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. ദൈവഹിതം നിറവേറട്ടെ, അതിന് തന്നെയാണ് രണ്ടുപേരും ആഗ്രഹിച്ചത്. അങ്ങനെ ദൈവഹിതത്തിന് തങ്ങളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചപ്പോഴാണ് യഥാർത്ഥത്തിലുള്ളതായ സമാധാന ശാന്തിയും അവർക്ക് അനുഭവിക്കാൻ സാധിച്ചത്. നമ്മുടെ കുടുംബങ്ങളും ഇപ്രകാരമായി തീരാൻ ആഗ്രഹിക്കേണ്ടതുണ്ട്. പല കുടുംബങ്ങളിലും ഈ ശാന്തി സമാധാനം ഇന്ന് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പിതാവ് ഒരു വഴിക്ക്, മാതാവ് ഒരു വഴിക്ക്, കുട്ടികൾ വേറെ വഴിക്ക്. കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ആശയവിനിമയം ചെയ്യുക, ഈ 3 ഘടകങ്ങളുണ്ടെങ്കിൽ അവിടെ ശാന്തി സമാധാനം പുലരുമെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പല കുടുംബങ്ങളിലും സാധിക്കാത്ത ഒരു കാര്യമാണ്. ഭർത്താവ് ഒരു സമയത്ത്, ഭാര്യ ഒരു സമയത്ത്, മക്കൾ വേറെ സമയത്ത്, അങ്ങനെ വിവിധങ്ങളായ സമയങ്ങളിലാണ് ഭക്ഷണം കഴിക്കുന്നത്. കുടുംബത്തിൻ്റെ ഐക്യം അവിടെ വളർത്താൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കുടുംബത്തിലെല്ലാവരോടുകൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ദൈവം തന്നുള്ളതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക, ദൈവാനുഗ്രഹം ആവശ്യമുണ്ട്. ആ പ്രാർത്ഥനയിൽ എല്ലാവരും കൂടി മറ്റൊരു പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ കുടുംബങ്ങളിൽ ഇറങ്ങി വരും. ആ കുടുംബം ഭദ്രമായി തീരും. അങ്ങനെയും കുടുംബങ്ങളിൽ ഉള്ളതായ പ്രാർത്ഥനകൾ നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആശയവിനിമയങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കുക. കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളും, ഭർത്താവും ഭാര്യയും കുട്ടികളും തങ്ങൾക്ക് അന്ന് അനുഭവപ്പെട്ടതായ കാര്യങ്ങൾ, കണ്ടതായ കാര്യങ്ങൾ, ഗ്രഹിച്ചതായ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പങ്കുവയ്ക്കുമ്പോൾ അതെല്ലാം കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും അതൊരു പാഠമായിട്ട് ഭവിക്കും, അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് വഹിക്കും. അവർ കേൾക്കാത്തതായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതെല്ലാം അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നതായ ഉദാഹരണങ്ങളായിട്ട് അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ അനുഭവം അവരുടേതായ അനുഭവം മാറ്റി ജീവിതത്തെ മുന്നോട്ട് നല്ലവണ്ണം ക്രമീകരിക്കാനുള്ള ഒരു ഉത്തേജന കാര്യമായിട്ട് മറ്റുള്ളവരുടെ അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുടുംബത്തിൽ ഐക്യം സംജാതമാക്കി എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ളതായ ഒരു കാര്യമാണ്. ഇപ്രകാരമാണ് നമ്മൾ കുടുംബജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ കുടുംബ ജീവിതത്തിൽ മക്കളുടേതായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വഹിക്കുകയും അവരുടേതായ സ്വഭാവ രൂപീകരണത്തിന് കൂടുതൽ താല്പര്യമെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. 5 വയസ്സിന് മുമ്പായിട്ട് അവരുടേതായ സ്വഭാവ രൂപീകരണം നടക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് കുട്ടികളോട് ദൈവവിശ്വാസത്തെ പറ്റിയും പരസ്നേഹത്തെ പറ്റിയും നുണ പറയരുതെന്ന കാര്യവും സത്യം പറഞ്ഞ് ജീവിക്കണമെന്ന കാര്യവും അതുപോലെ മറ്റുള്ളവരെ മാനിക്കണമെന്നുള്ളതായ കാര്യമെല്ലാം അവരെ അഭ്യസിപ്പിക്കാൻ പറ്റുന്നതായ സമയം. ആ സമയങ്ങളിലാണ് പ്രത്യേകമായിട്ട് അമ്മമാരെ കുട്ടികളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയും അവരുടേതായ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്രകാരമുള്ളതായ കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ മാതാപിതാക്കന്മാർ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങൾ ശാന്തിയും സമാധാനവും എല്ലാം നിറഞ്ഞതായിരിക്കും. അപ്രകാരമുള്ളതായ കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങളെ മാറ്റാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.
ആവശ്യമായിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വിലയിൽ ഭക്തിയോടെ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റേക്ക് നമ്മുടെ വിശ്വാസം നമുക്ക് ഇപ്പോൾ ഏറ്റു പറയാം. ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരിൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യത്തിൽ ഏകനുമായ അവിടെ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ നിന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു വിശുദ്ധീകരണങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടെ മഹത്വത്തോടെ വീണ്ടുവരും. അവിടുത്തെ രാജ്യത്തിൽ അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുടെ സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകന്യാസ്നാനം ഞാൻ ഏറ്റു പറയുകയും മരിച്ചവരുടെ അടക്കം വരാനിടത്തെ ചിന്തവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ ദിവസങ്ങൾ നമ്മളുടെ സൽപ്രവൃത്തികളെന്ന മരത്തെ അവിടുത്തെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി അമരരുടെ വലിയ വചനത്താൽ ഗർഭം ധരിച്ചതും അവനുടേതുമായ വിധം ജന്മം നൽകിയതുമായ ക്രിസ്തുവിനെ വിശ്വാസസ്ഥിരതയോടെ സഭ കാത്തിരിക്കാനും സന്തോഷം സ്വീകരിക്കാനും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും അഭിവൃദ്ധിക്കും ശാന്തിക്കും വേണ്ടി ഐക്യദാനങ്ങൾ നിത്യതയിലേക്കുള്ള സമാനമായി പരിണമിക്കാനിടയാക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശപ്പും രോഗവും ഏകാന്തതകളെ ക്ലേശിക്കുന്ന എല്ലാവർക്കും വേണ്ടി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യം വഴി അവർക്ക് മനസ്സിലും ശരീരത്തിലും പോലെ ആശ്വാസം ലഭിക്കാൻ ഇടയാക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ദരിദ്രരിൽ പോലും അവിടുത്തെ സ്വീകരിക്കാൻ കുടുംബങ്ങളെ പരിശീലിപ്പിക്കാൻ ഇടയാക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പകർച്ചവ്യാധികളിൽ നിന്ന് പൈശാചികശക്തികൾ ഞങ്ങളെ രക്ഷിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നിർമ്മല ഉദരത്തിൻ്റെ ദൈവവും മനുഷ്യനുമായവനെ സംവഹിക്കാൻ അർഹയായ കന്യകാമറിയം അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥന നീക്കി മുമ്പിൽ സമർപ്പിക്കാനിടയാക്കണമേ. കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ.
മഹത്വം വളർത്താം. സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ സ്തുതിക്ക് മഹത്വം നമ്മുടെ വാഗ്ദത്തത്തിൽ സഭ മുഴുവന്റെ നന്മയ്ക്കുമായി കർത്താവെ, താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കനികയായ മാതാവിൻ്റെയും വിശുദ്ധ പിതാവിൻ്റെയും മധ്യസ്ഥകായത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേക്കൃപയിലും സമാധാനത്തിലും സുസ്ഥിരമായി നിലനിൽക്കാനിടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിൽ നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യരക്ഷാകരവുമാണല്ലോ. എന്നാൽ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവത്തെ നിങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവരുടെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ആകർഷരാകട്ടെ. ആകയാൽ മാലാഖമാരുടെ പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരുടെ ദിശന്മാരുടെ സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ എല്ലാ വർണ്ണങ്ങളോടും ഒത്ത് അവരാ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ദൈവമേ മഹിമകളാൽ നിറഞ്ഞു മഹിമയും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോവേഗം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സംയോജനമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതലുള്ള സമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിനെ ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതെന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെയുള്ള അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അങ്ങേക്കുകയും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ
ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മകനീയമായ ഉയർത്തും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവനായികവും പരിപാലനവുമായി ബലികൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലിതൃക്കന്മാർക്കണമേ. അവിടുത്തെ ബലികൾ പ്രസാദിക്കാനെന്ന് ആഗ്രഹിച്ചവരെ അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരത്നങ്ങളാൽ പരിവേഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിനൊരു ശരീരവും ഒരു ആത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായി കാണിക്കെ തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാനിടയാക്കണമേ. വിശിഷ്ട ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപടി യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മറ്റുമേൽ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥ സഹായം കൈവരും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ പേര് സർവ്വലോകത്തിൻ്റെയും ശാന്തി രക്ഷയും പരിവേഷിപ്പിക്കണയാക്കണമേ. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികരത്തോടും അങ്ങേ നേടിയെടുത്ത സജ്ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലെ സ്നേഹത്തിൽ ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തെരുവുമ്പോൾ നിൽക്കുന്ന അങ്ങേ തെരുവുകളുമായി കുടുംബത്തിലെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. കാരുണ്യവാനായ പിതാവ്, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവ്വം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പരിചരണ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തെ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായ സന്തരത്തിലാക്കപ്പെടുന്നു ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഇതെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. സർവശക്തനും പിതാവുമായ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ബലഹീനതയേറ്റ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കാരണം നമുക്ക് ഇപ്പോൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ പിതാവേ, പൂജിതമായിടേ. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള ആയിരം അന്നു വേണ്ടും ഞങ്ങൾക്കു നൽകുമാറായിടേ. അന്യതന്ത്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് ദ്രോഹവും നീ ക്ഷമിക്കാം. പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങളിൽ സമാധാനം കരവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിധത്തിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളിയ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം നൽകാൻമാർക്ക്
അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുക വാഴ്ചയെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാടുക, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യരല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുന്നു.
വിവാഹ പരസ്യം. ഈ ഇടവക വൈപ്പിശ്ശേരി ഷാജുവിൻ്റെയും ദൈനുവിൻ്റെയും മകൻ ഷെഫിൻ ജോർജും ഞാറക്കൽ സെൻറ് മേരീസ് പള്ളി ഇടവക കണ്ണമ്പുഴ ജിജുവിൻ്റെയും കൊളോസ്റ്റിക്കയുടെയും മകൾ സ്റ്റിജു മോളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ അറിയിപ്പാകുന്നു. ഈ വിവാഹത്തിന് കാനൂന്യമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അറിയിക്കേണ്ടതാണ്. 24-ാം തീയതി വൈകുന്നേരം പള്ളിയും പരിസരവും വൃത്തിയാക്കിയത് ഈ 1 കുടുംബ യൂണിറ്റുകാരൻ അവർക്ക് എല്ലാവരും കൃത്യം നന്ദി അർപ്പിക്കുന്നു. ഈ ശനിയാഴ്ച പള്ളിയും പരിസരം വൃത്തിയാക്കുന്ന ഈ 2 യൂണിറ്റുകാരാണ്. ജനുവരി 1-ാം തീയതി രാവിലെ 6 മണിക്ക് ആരാധന ഉണ്ടായിരിക്കും. 6:30 മണിക്ക് കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. കോവിഡ് കാലത്ത് ഓൺലൈൻ കുർബാനയ്ക്ക് സംവിധാനം ചെയ്തത്, അതുപോലെ തന്നെ വേദപാഠ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളിൽ ഓൺലൈൻ സംവിധാനങ്ങൾ നടത്തിയത് ബിജു സാറ് ആയിരുന്നു. അതുപോലെ ജയൻ സാറുള്ള പ്രവർത്തിക്കുണ്ടായി അവർക്ക് പ്രത്യേക നന്ദി അർപ്പിച്ചു കൊടുക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും 6:30-ക്കും 8:30 മണിക്കും വരെ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും എഴുന്നേറ്റ് നമ്മുടെ ദൈവം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ സഹവസിക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവനായ പിതാവ്, സ്വർഗീയ പുരാശകളാൽ പരിപുഷ്ടരായ ഇവരെ തിരുക്കുടുംബത്തിന് മാതൃക നിരന്തരം അനുകരിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ ലോക ക്ലേശങ്ങൾക്ക് ശേഷം അവരുടെ നിജമായ സഹവാസം ഇവർ പ്രാപിക്കാൻ ഇടയാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കോവിഡ് ദൈവപൂജ സമാപിച്ചു. പഴയ ജപമാല
മാലാഖമാർ